ഒരു കാക്ക അതിൻ്റെ ജീവിതം കാട്ടിൽ വളരെ സന്തോഷകരമായിട്ടായിരുന്നു ജീവിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അതൊരു ദിവസം ഒരു അരയന്നത്തെ കാണാനിടയായി. ആഹാ, എന്ത് ഭംഗിയുള്ള ജീവി! ഇതായിരിക്കുമല്ലേ ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ പക്ഷി. ഈ ഒരു കാര്യം അറിയാനായി അരയന്നത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അത് പറഞ്ഞു, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, തത്തയെ കാണുന്നത് വരെ. അങ്ങനെ കാക്ക തത്തയുടെ അടുത്ത് ചെന്ന് ഇതേ കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ തത്ത പറഞ്ഞു, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, മയിലിനെ കാണുന്നത് വരെ. അങ്ങനെ ഈ കാക്ക മയിലിനെ തേടി ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഒരിക്കൽ ഒരു സൂവിൻ്റെ മുകളിൽ കൂടി പറന്നപ്പോൾ അവിടെ ഒരു കൂട്ടിലതാ മയിൽ. ഒരുപാട് ആളുകൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആളുകളെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കാക്ക അതിൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യം അവതരിപ്പിച്ചു. മയിൽ പറഞ്ഞു, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ എൻ്റെ ഭംഗി കാരണം ഞാനിവിടെ തടവറയിലാണ്. നീ ഇവിടെ ഒന്ന് നോക്ക്, എല്ലാ പക്ഷികളും ഇവിടെയുണ്ട്, പക്ഷെ കാക്ക മാത്രമല്ല. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, കാക്കയെ ജനിച്ചിരുന്നെങ്കിൽ എങ്കിലും എനിക്ക് സ്വതന്ത്രനാകാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാളും സൗഭാഗ്യങ്ങൾ കൂടുതലുള്ളവരും കുറവുള്ളവരും ഉണ്ടാകും. പക്ഷേ ഉള്ളതിൽ വെച്ച് ഏറ്റവും സംതൃപ്തമായി ജീവിക്കാൻ സാധിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ സന്തുഷ്ടൻ.